മുൻകൂർ ജാമ്യം തേടി ഇതാ രാഹുൽ മാങ്കൂട്ടം ഹൈക്കോടതിയെ സമീപിച്ചു. ഉച്ചയോടുകൂടി മുൻകൂർ ജാമ്യാപേക്ഷ ഫയൽ ചെയ്യും. മുൻകൂർ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കാൻ സാധ്യത. ജാമ്യം തള്ളിയ ഉത്തരവിൽ പിഴവെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാദം. വിവരങ്ങളുമായി സലി മുഹമ്മദ് ചേരുകയാണ്. സലി, ഇന്നലെ തന്നെ ഇത്തരത്തിലൊരു മൂവ്മെൻറ്റ് പറഞ്ഞിരുന്നതാണ്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം ഒളിവിലിരുന്നു കൊണ്ട് ഇതാ ഹൈക്കോടതിയെ സമീപിക്കുന്നു. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി നമുക്കറിയാം ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. ആ സാഹചര്യത്തിലാണ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇന്ന് തന്നെ ടുഡേ ഇട്ട് മൂവ് ചെയ്യാനായിരുന്നു പ്ലാൻ. പക്ഷേ ഇന്ന് കോടതി പരിഗണിക്കില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ന് വെള്ളിയാഴ്ചയാണ്. സാധാരണ 10 മണിക്ക് മുമ്പ് കൊടുത്താൽ ടുഡേ ഇട്ട് മൂവ് ചെയ്താൽ 2 മണിക്ക് ശേഷം പരിഗണിക്കാറുണ്ട്. പക്ഷേ ഇന്ന് കോടതിയിൽ ഓപ്പൺ കോർട്ടിൽ എത്തില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഒരു പ്രത്യേക സാഹചര്യം പരിഗണിച്ച് ഇവർ റിക്വസ്റ്റിൻ്റെ കൂടെ നാളെ ഒരു പ്രത്യേക സിറ്റിംഗ് നടത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് അനുവദിച്ചാൽ നാളെ കോടതി ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ബെഞ്ച് ഒരു പക്ഷേ കോടതി വാദം കേട്ടേക്കും എന്നും സാധ്യതയുണ്ട്. അക്കാര്യത്തിൽ സ്ഥിരീകരണമില്ല. ഏതായാലും ഇവർ പറയുന്ന 2-3 കാര്യങ്ങളാണ്. ഒന്ന്, ഈ സെഷൻസ് കോടതിയുടെ നിരീക്ഷണങ്ങളിലും കണ്ടെത്തലുകളിലും നിയമപരമായി പിശകുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. കാരണം വസ്തുതകൾ പൂർണ്ണമായി പരിശോധിച്ചില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, ഇപ്പോൾ ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട വകുപ്പുകളിലൊന്ന് ഗർഭചിത്രമാണ്. ഈ കേസിൽ ഗർഭചിത്രം നടന്നു എന്നതിന് ഒരു തെളിവ്, ഒരു എവിഡൻസ് ഇതുവരെ പ്രോസിക്യൂഷനോ പോലീസിനോ കണ്ടെത്താനോ ഹാജരാക്കാനോ അല്ലെങ്കിൽ ഇരയ്ക്ക് ഹാജരാക്കാനോ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ പ്രധാനപ്പെട്ട ഗുരുതരമായ വകുപ്പുകളിലൊന്നായി ചേർത്തിരിക്കുന്ന ഇത് ഉണ്ടാവില്ല, ഇത് നടന്നിട്ടില്ല എന്നതടക്കമുള്ള ഗുരുതരമായ കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. അപ്പോൾ അതിനർത്ഥം ഈ ഗർഭചിത്രം എന്നത് നിലനിൽക്കുന്ന ഒരു കുറ്റാരോപണമല്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വാദം. മറ്റൊന്ന്, ഈ മറ്റ് കുറ്റകൃത്യങ്ങൾ, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉന്നയിച്ചിരിക്കുന്ന മറ്റ് കുറ്റകൃത്യങ്ങൾ നടന്നു എന്ന് പറയുന്നതിനും തെളിവുകളില്ല. മാത്രമല്ല പരസ്പര സമ്മതത്തോടെ എന്നത് സംബന്ധിച്ചും ചില വിവരങ്ങളുണ്ട്. ആ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്ന മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കണം, അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം നൽകണം എന്നതാണ് പ്രേയർ. പക്ഷേ പ്രേയറിന് 2 അർത്ഥമുണ്ട്. ഒന്ന്, ഉടൻ കോടതിയിൽ എടുത്തിട്ട് ഒരു നോട്ട് ടു അറസ്റ്റിലേക്ക് പോകാൻ കഴിയുമെങ്കിൽ നോട്ട് ടു അറസ്റ്റിലേക്ക് പോവുക എന്നുള്ളതായിരുന്നു ഒരു ലക്ഷ്യം. അത് ഇന്ന് പരിഗണിച്ച് നോട്ട് ടു അറസ്റ്റിലേക്ക് വന്നാൽ പിന്നെ കോടതിയിൽ പോലീസ് സ്റ്റേഷനിലോ ഹാജരായി അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഹാജരായി ഈ വിഷയം തണുപ്പിക്കാമെന്നാണ് കരുതിയത്. പക്ഷേ അതിനനുസൃതമായി കോടതി ഇപ്പോൾ ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നോട്ട് ടു അറസ്റ്റ് ഇന്ന് തന്നെ പരിഗണിച്ച് നോട്ട് ടു അറസ്റ്റിലേക്ക് പോകാനിടയില്ല. ഒരുപക്ഷെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നാളെ ശനിയാഴ്ചയാണ് യഥാർത്ഥത്തിൽ ഹൈക്കോടതി സിറ്റിംഗ് ഇല്ല. പക്ഷേ ഒരു പ്രയർ ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ചില കേസുകളിൽ ശനിയാഴ്ച ആ ബെഞ്ച് മാത്രം താൽക്കാലികമായ ഒരു സിറ്റിംഗ് നടത്തി പരിഗണിച്ച് വിടാറുമുണ്ട്. ഇത്തരം കേസുകളിൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകാനിടയുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിലൊരു സ്ഥിരീകരണമില്ല. ഏതായാലും 2 സാധ്യതകളാണുള്ളത്. ഇന്ന് കേസെടുത്ത് മാറ്റിവെക്കുക, അല്ലെങ്കിൽ നാളെ ഈ കേസെടുത്ത് ഇൻസ്ട്രക്ഷന് ഇന്ന് തന്നെ പോകും. കാരണം ഓൺലൈനിലാണ് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളത് കൊണ്ട് തന്നെ അതിനൊപ്പം തന്നെ ഇൻസ്ട്രക്ഷൻ, സർക്കാർ നിലപാട്, പോലീസിൻ്റെ നിലപാട് അറിയിക്കുന്നതിന് ഇൻസ്ട്രക്ഷൻ ഉടനെ ഓട്ടോമാറ്റിക്കായി പോകും. അതിനുശേഷം അപ്പോൾ നാളെ കേസ് പരിഗണിക്കുമ്പോൾ ഈ ഇൻസ്ട്രക്ഷനോടുകൂടി, സർക്കാർ നിലപാടോടുകൂടി ആയിരിക്കും ഓപ്പൺ കോർട്ടിൽ കേസ് എത്തുക. അങ്ങനെയാകുമ്പോൾ വാദം നടക്കാം. ഇനി അത് തിങ്കളാഴ്ചയാണെങ്കിലും ഈ സമാന സാഹചര്യത്തിൽ വാദം നടക്കാം. അതാണ് ഇപ്പോഴത്തെ സ്ഥിതി. പക്ഷേ അത് എങ്ങനെയാണ് കോടതിനെ കാണുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ജില്ലാ സെഷൻസ് കോടതി തിരുവനന്തപുരത്തിൻ്റെ തീരുമാനം, നിരീക്ഷണങ്ങൾ നിയമപരമല്ല എന്നുള്ളത് തന്നെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട വാദവും. അതുകൊണ്ട് ജാമ്യം നൽകണം എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട പ്രയറും. അതായത് ഈ മെറിറ്റുമായി ബന്ധപ്പെട്ടല്ല. നോക്കൂ, ജാമ്യം മുമ്പോട്ട് വെക്കുമ്പോൾ നിരപരാധിത്വം മുമ്പോട്ട് വെച്ചാണ് കാര്യങ്ങൾ നീക്കുന്നത്. പക്ഷേ തിരുവനന്തപുരത്ത് സെഷൻസ് കോടതിയിൽ ഏറ്റവും വലിയ തിരിച്ചടി പ്രോസിക്യൂഷൻ സമർപ്പിച്ച സമഗ്രമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു. കാരണം ഈ കുറ്റം എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിക്ഷിപ്തമാകുന്നത്, അതിനുള്ള ഡിജിറ്റൽ തെളിവുകൾ എന്തൊക്കെയാണ്, അതിൻ്റെ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്, അതിൽ പറയുന്ന മൊഴികളുടെ ശാസ്ത്രീയമായ വസ്തുത എന്താണ്, ഇതൊക്കെ പ്രാഥമികമായി പരിഗണിക്കപ്പെടുമ്പോൾ പ്രഥമ ദൃഷ്ടിയ അയാൾ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തുകയും അന്വേഷണത്തിനായി അയാളെ ആവശ്യമുണ്ട് എന്ന് കണ്ടെത്തുകയും ചെയ്യുന്നൊരു സാഹചര്യത്തിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ സെഷൻസ് കോടതി തള്ളിയത്. ഇവിടെ ഇപ്പോൾ ഹൈക്കോടതിയിലേക്ക് മൂവ് ചെയ്യുന്നത് ആ വിധിയിൽ ഒരു പിഴവുണ്ട് എന്ന് കാട്ടിയിട്ടാണ് രാഹുൽ മാങ്കൂട്ടം നീങ്ങുന്നത്. ഒളിവിലിരുന്നുകൊണ്ട് സരി. അതായത് 2 വാദങ്ങളാണ് അതിൽ പ്രധാനമായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉള്ളത്. ഒന്ന്, വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന വാദം നിലനിൽക്കില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു പീഡനമില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ വാദം. മറ്റൊന്ന്, ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചിട്ടില്ല.
ഇതിന് ഗർഭചിത്രം നടത്തിയെന്നതിനും യാതൊരു എവിഡൻസും ഇതുവരെ ഹാജരാക്കിയിട്ടില്ല. അപ്പോൾ ഗർഭചിത്രം നടത്തിയെന്നതിന് തെളിവില്ല, വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നതിനും തെളിവില്ല. ആ ആരോപണം നിലനിൽക്കില്ല. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന ആരോപണം നിയമപരമായി നിലനിൽക്കില്ല എന്നതാണ് ഒന്നാമത്തെ സുപ്രീം കോടതിയിൽ അങ്ങനെ ഒരു വിധി ഉണ്ടായിരുന്നു. സമീപകാലത്ത് മറ്റ് ചില കേസുകളിൽ സുപ്രീം കോടതിയും കേരള ഹൈക്കോടതി തന്നെ ഈ ചില സിംഗിൾ ബെഞ്ചുകൾ എടുത്ത നിലപാടുകളും ഈ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതായത് ഈ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന ഇരകളുടെ വാദത്തിന് എക്സിസ്റ്റൻസ് ഇല്ല എന്ന തരത്തിൽ ചില കമൻറ്റുകൾ ചില സിംഗിൾ ജസ്റ്റിസ് ബെച്ചുകുര്യൻ തോമസിൻ്റെയൊക്കെ ബെഞ്ചിൽ കഴിഞ്ഞ ഈ അടുത്ത കാലത്ത് തന്നെ ഉണ്ടായിരുന്നു. അതൊക്കെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇത് പറയുന്നത്. അതാണ് ഒന്നാമത്തെ പോയിന്റ്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന ആ കുറ്റാരോപണം നിലനിൽക്കുന്നതല്ല, അതൊരു കുറ്റാരോപണമേ അല്ല. അതായത് അതിനൊരർത്ഥം പറയാൻ വിശദീകരിച്ചാൽ, അതിനൊരു വ്യാഖ്യാനിച്ചാൽ ഇത് പരസ്പര സമ്മതത്തോടെയുള്ള ഒരു ഇടപെടലായിരുന്നു എന്നത് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. രണ്ടാമത്തെ കേസാണ് പ്രധാനപ്പെട്ടത്. കാരണം ഈ പീഡിപ്പിച്ചു എന്നതിനൊപ്പം തന്നെ ബലാത്സംഗം ഉൾപ്പെടെ അയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്ന മറ്റൊരു വകുപ്പ് നിർബന്ധിത ഗർഭചിത്രമാണ്. അത് 10 വർഷം വരെ കഠിന തടവ് ലഭിക്കാവുന്ന കുറ്റമാണ്. അത് നിലനിൽക്കും. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഗർഭചിത്രം നടത്താൻ നിർബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ആ വകുപ്പ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വളരെ സുവ്യക്തമായി നിലനിൽക്കുന്ന ഒരു വകുപ്പായിരുന്നു. പക്ഷേ വളരെ തന്ത്രപരമായ നീക്കം രാഹുലിൻ്റെ അഭിഭാഷകൻ ഇക്കാര്യത്തിൽ നടത്തിയിരിക്കുന്നത്, ഇയാൾ ഈ ഇരയ്ക്ക് ഗർഭചിത്രം നടത്തി എന്നതിന് ഒരു ട്രൂത്തായിട്ടുള്ള എവിഡൻസ് ഇതിലില്ല എന്നുള്ളതാണ്. അതൊരു ആരോപണം മാത്രമാണെന്നുള്ളതാണ്. അപ്പോൾ ആരോപണത്തിൻ്റെ പേരിൽ ഒരാളെ കസ്റ്റഡിയിൽ ഇൻ്ററോഗേഷൻ ആവശ്യമില്ല. അതുകൊണ്ട് ജാമ്യം നൽകുക, അന്വേഷണവുമായി സഹകരിക്കാൻ. പക്ഷേ അവിടെയാണ് ഈ അന്വേഷണ സംഘത്തിൻ്റെ ഒരു കൃത്യമായ മൂവ്. അതായത് ഈ പുറത്തെത്തിയ ഓഡിയോ, അതായത് ഗർഭചിത്രത്തിന് ആ പെൺകുട്ടിയെ നിർബന്ധിക്കുന്നത്, ഗർഭചിത്രം നടത്തിയില്ലെങ്കിൽ അവളെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നത്, മാത്രമല്ല ഗർഭചിത്രത്തിനായി അശാസ്ത്രീയമായ ഗുളിക ഉപയോഗിക്കുന്നതും അത് കഴിക്കാൻ നിർബന്ധിക്കുന്നതും, പൊട്ടിക്കരഞ്ഞ ആ പെൺകുട്ടി പറയുന്നതും, അപ്പോൾ അവളെ തെറി വിളിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം സംസാരിക്കുന്ന ഓഡിയോ ഈ കേരളം മുഴുവൻ കേട്ടതാണ്, നമ്മളടക്കം നൽകിയതാണ്. അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റേത് തന്നെയാണെന്ന് പരിശോധനകളിലൂടെ അന്വേഷണ സംഘം നേരത്തെ തന്നെ തെളിയിച്ചിരിക്കുന്നു. അതുകൊണ്ട് ആ വാദവും നിലനിൽക്കാനുള്ള സാധ്യത കുറവല്ലേ സാലി? അതായത് ഇതിൽ ഡിജിറ്റൽ എവിഡൻസ് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഈ കേസിൽ. അതിൽ അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ സംഭാഷണങ്ങളുണ്ട്, വാട്സപ്പ് സന്ദേശങ്ങളുണ്ട്, ഒട്ടനവധി സംഭാഷണങ്ങൾ, ഫോൺ സംഭാഷണങ്ങളുടെ വിവരങ്ങളുണ്ട്. ആ ഡിജിറ്റൽ എവിഡൻസ് വളരെ ഗൗരവതരമാണ് എന്ന് കണ്ടുകൊണ്ടുകൂടിയാണ് തിരുവനന്തപുരം ഡിസ്ട്രിക്ട് സെഷൻസ് കോർട്ട് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. അതും ഇവിടെ നിലനിൽക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു അവസാന ശ്രമം എന്ന നിലയ്ക്ക് ഇത് മുന്നോട്ട് വെക്കുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കിയാൽ മതി. കാരണം അത്രമേൽ ഗുരുതരമായ തെളിവുകളോടുകൂടി തന്നെയാണ് ഇതിൽ SIT മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേക അന്വേഷണ സംഘം എല്ലാ തെളിവുകളും ഇതിനകം ശേഖരിച്ചിട്ടുണ്ട്. അതിൽ ഒട്ടുമുക്കാലും ഡിജിറ്റൽ എവിഡൻസ് ആണ്. അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ഇരയുടെ മൊഴി എന്ന് പറയുന്നത്. ആ ഇരയുടെ മൊഴിയെ സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്ത ഡിജിറ്റൽ എവിഡൻസ് ഹാജരാക്കിയാൽ ഒരു കാരണവശാലും ഇത്തരം ഒരു പ്രതിക്ക്, ഇത്തരം ഒരു ഗുരുതര കുറ്റകൃത്യം നടത്തിയ ഒരാൾക്ക് ജാമ്യം നൽകാനാവില്ല. അതുതന്നെയാണ് സെഷൻസ് കോടതി കണ്ടെത്തിയത്. അതുതന്നെയാണ് ഹൈക്കോടതിയും കണ്ടെത്താൻ പോകുന്നതെന്ന് തന്നെയാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. കാരണം ഇതിൽ തെളിവാണ് പ്രധാനം. ആ തെളിവുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ആ തെളിവുകൾ തന്നെയാണ് സെഷൻസ് കോടതിയിൽ ബോധ്യപ്പെടുത്താൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് പ്രോസിക്യൂഷന് സാധിച്ചത്. അതുകൊണ്ടാണ് മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം സെഷൻസ് കോടതി തള്ളിയതും. അപ്പോൾ തിരുവനന്തപുരം സെഷൻസ് കോടതി തള്ളിയ ജാമ്യാപേക്ഷയിൽ നിയമപരമായി രാഹുൽ മാങ്കൂട്ടത്തിന് പോകാവുന്ന നെക്സ്റ്റ് ഇടം അപ്പലറ്റ് കോടതി എന്ന് പറയുന്നത് ഹൈക്കോർട്ട് ഓഫ് കേരളയാണ്. അങ്ങനെ അയാൾ അവിടെ എത്തി എന്നതിനപ്പുറത്തേക്ക് ഇതിന് എത്രമാത്രം നിയമപരം നിലനിൽപ്പുണ്ട് എന്ന കാര്യത്തിൽ സംശയമാണ്. കാരണം നിലനിൽക്കാത്ത വാദങ്ങൾ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം ഈ ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്ന മുൻകൂർ ജാമ്യാപേക്ഷയിൽ സമർപ്പിച്ചിരിക്കുന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്, ചില നിയമവിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത്. കാരണം വ്യക്തമാണ് സെഷൻസ് കോടതിയുടെ ഉത്തരവ്. അതിൽ കൃത്യമായി എന്ത് സാഹചര്യത്തിലാണ് ഈ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ റിജക്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് കോടതി വ്യക്തമായി പറയുന്നുണ്ട്. അത് തന്നെ ഇവിടെയും സ്റ്റാൻഡ് ചെയ്യും എന്ന് തന്നെയാണ് നിയമവിദഗ്ധർ പറയുന്നത്. പ്രമുഖ ക്രിമിനൽ അഭിഭാഷകനായ അഡ്വക്കേറ്റ് എസ് രാജീവ് മുഖേനയാണ് രാഹുൽ മാങ്കൂട്ടം ഈ ആൻറ്റിസിപ്പേറ്ററി ബെയിലിന് മൂവ് ചെയ്തിരിക്കുന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇന്നെടുക്കാനാണ് ശ്രമിച്ചത്, ഇന്നെടുക്കില്ലെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇനി അടുത്ത ശ്രമം നാളെ പ്രത്യേക സിറ്റിങ്ങിലൂടെ എടുപ്പിക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. എടുക്കും എന്ന വിവരം അഭിഭാഷകന് നൽകിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. പക്ഷേ സ്ഥിരീകരണം അതുകൊണ്ട് നാളെ ചിലപ്പോൾ എടുത്തേക്കാം എന്നേ നമുക്കിപ്പോൾ പറയാൻ കഴിയും.